എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ദേവസ്വം ബോർഡിലേക്ക് 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, എല്ലാവരും അപ്ലൈ ചെയ്തും കാണും അല്ലേ? ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനുണ്ടാവും, അതായത് ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്തവർ, അതായത് ഏപ്രിൽ 28 വരെയായിരുന്നു നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്തവർ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനു മുൻപ് നമുക്ക് ഈ ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ടോ, ഏത് ദേവസ്വം ബോർഡിലേക്കാണ് വിളിച്ചത്, ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ സംശയം അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണും. അപ്പോൾ 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കായിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് 2 പോസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ വേക്കൻസിയുമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് സാനിറ്റേഷൻ വർക്കറും മറ്റൊന്ന് റൂം ബോയും. അപ്പോൾ ഇതിൽ 7ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡിഗ്രി വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾക്കറിയാം, കേരള PSC നടത്തുന്ന LGS ലെവലുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്നത് 7ാം ക്ലാസ് ആണ് യോഗ്യത അല്ലെ? അപ്പോൾ അതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഡിഗ്രി പാടില്ല എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഹിന്ദു മതത്തിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ എടുത്തു പറയുന്നില്ല. ഇനിയുള്ള കാര്യം ഇതിനെന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഇതിനു മുൻപ് ഈ ഒരു റൂം ബോയ് അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കർ പോലെയുള്ള തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ 7ാം ക്ലാസ് യോഗ്യതയുള്ള മറ്റ് പരീക്ഷകൾ ദേവസ്വം ബോർഡിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 2022 നോട്ടിഫിക്കേഷൻ വന്നാണ് പ്യൂൺ, കഴകം പോലെയുള്ള നോട്ടിഫിക്കേഷൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കും അതേപോലെ തന്നെ കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലേക്കും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും 7ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു സിലബസ്, അതായത് യോഗ്യത അനുസരിച്ചിട്ടുള്ള ആ ഒരു സിലബസ് നമുക്ക് നോക്കാം. ആ ഒരു സിലബസിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത്, അതായത് എല്ലാവരുടെ മനസ്സിലും ഇപ്പോൾ ഉള്ള സംശയം എന്തായിരിക്കും, ഇംഗ്ലീഷും മലയാളവും മാത്സും ഇതൊക്കെ എത്ര മാർക്കിനുണ്ടാകും, എത്ര മാർക്കിനായിരിക്കും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവുക, ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ സംശയം അല്ലെ? ഈ ഒരു പരീക്ഷയ്ക്ക് സാധാരണ PSC നടത്തുന്ന പോലെയൊക്കെ തന്നെ എന്താണ്, OMR എക്സാം ആണ് നടത്തുന്നത്. 100 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ഉണ്ടോ, മലയാളം ഉണ്ടോ, അതുപോലെ തന്നെ എത്ര മാർക്കിനായിരിക്കും സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളവർക്കായിട്ട് ഇനിയുള്ള കാര്യങ്ങൾ, അതായത് 7ാം ക്ലാസ് യോഗ്യതയുള്ള ഈ ഒരു പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ദേവസ്വം ബോർഡ് തന്നെ 8ാം ക്ലാസ് യോഗ്യതയുള്ള പല പോസ്റ്റുകളും വിളിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഇംഗ്ലീഷ് കാണാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്യൂൺ, കഴകം പോലെയുള്ള പോസ്റ്റുകളൊക്കെ 7ാം ക്ലാസ് യോഗ്യതയാണ്. ആ യോഗ്യതയിലുള്ളതിനൊന്നും തന്നെ എന്തുണ്ടായിരുന്നില്ല, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല. എന്നാൽ മലയാളം ഉണ്ട്. അപ്പോൾ നമ്മൾ കേരള PSC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരള PSCയിൽ 7ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകൾക്ക് ഇംഗ്ലീഷും മലയാളവും ഇല്ല അല്ലേ? GK ആൻഡ് മാത്സ് ഇങ്ങനെയാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാം. ഇവിടെ അതല്ല, ഇംഗ്ലീഷ് മാത്രമാണ് ഇല്ലാത്തത്. GK കറണ്ട് അഫെയർ പാർട്ട് 1 പാർട്ട് 2 മാത്സും പാർട്ട് 3 ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പാർട്ട് 4 നമ്മുടെ ലാംഗ്വേജ് മലയാളം, തമിഴ് ഓർ കന്നഡ. ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞിട്ടില്ല, അത് ചിലപ്പോൾ വേരി ചെയ്തിട്ട് വരാം. 10 മാർക്ക് മലയാളം, അതേപോലെ തന്നെ ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്, അതായത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 10 മാർക്കാവാം അല്ലെങ്കിൽ 15 മാർക്കാവാം. അത് പല പരീക്ഷകൾക്കും മാറി ചോദിക്കാറുണ്ട്. അത് നമുക്ക് ഫുള്ളായിട്ടുള്ള സിലബസ് വരുമ്പോൾ മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും ഇതായിരിക്കും നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇവിടെ ഇനിയും സംശയങ്ങളാണ്. എന്താണ്, കറണ്ട് അഫെയർ GK എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ പഠിക്കണം, സയൻസ് പഠിക്കണോ, ഹിസ്റ്ററി പഠിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ സംശയം അല്ലെ? അവിടെ നമുക്ക് GK എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്തൊക്കെയാണ്, ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫി ഇങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ സയൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നില്ല ശരിക്കും നമുക്ക്. എന്നാലും ജനറൽ ആയിട്ടുള്ള സ്റ്റാറ്റിക് GKയിലൊക്കെ പെടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റാറ്റിക് GKയിൽ വരുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് തന്നെയാണ്, സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവിടെ ആ ഒരു ടോപ്പിക്ക് പഠിക്കാതെ നമുക്ക് പരീക്ഷ ഒരു ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കരുത്.
അത്രയും പ്രാധാന്യമുള്ള ഭാഗം തന്നെയാണ് അത്. അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. ദേവസ്വം ബോർഡുകളുടെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളെ കുറിച്ചിട്ടും പുരാണ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേണം പഠിച്ചിട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു 7ാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റാണ് എന്ന് വിചാരിച്ചിട്ട് വളരെ ലാഘവത്തോടു കൂടി ഈ ഒരു പരീക്ഷയെ കാണരുത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് വേക്കൻസി കൂടി ഉള്ളതാണ് അല്ലേ. ഇപ്പോൾ LD ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ 40-ൽ താഴെ വേക്കൻസിയുമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ 100-ൽ കൂടുതൽ വേക്കൻസിയുമായിട്ടാണ് സാനിറ്റേഷൻ വർക്കറും അതേപോലെ തന്നെ റൂം ബോയ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ വളരെ നല്ല ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അതേപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ നല്ലൊരു അവസരമാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് കോമൺ ആയിട്ട് ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 7ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും കൂടി കോമൺ ആയിട്ടൊരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സാനിറ്റേഷൻ വർക്കറും അതേപോലെ തന്നെ റൂം ബോയ്ക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു അവസരമാണ്. അപ്ലൈ ചെയ്യൽ മാത്രമാണ് നമ്മുടെ കടമ എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇനി പഠിക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. നിങ്ങളെല്ലാവരും ഒരു എമൗണ്ട് പേ ചെയ്തിട്ടാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ ഒരു ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊരു എമൗണ്ട് പേ ചെയ്ത് നമ്മളിതിനെ അപേക്ഷിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഉത്തരവാദിത്തം നമുക്ക് എന്തിനുണ്ട്, ഈ ഒരു പരീക്ഷയ്ക്ക് നല്ലപോലെ പഠിക്കുക എന്നുള്ളതിലും കാണിക്കണം. അപ്പോൾ കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് മാത്സും മലയാളവും ഒക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാക്കി പഠിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്